നെയ്യാറ്റിൻകരയിൽ മാൻകൊമ്പും കുറുക്കന്റെ രോമവും പിടികൂടിയ സംഭവത്തിന് പിന്നിൽ വൻ ആഭിചാര തട്ടിപ്പ്. ഐശ്വര്യം വാഗ്ദാനം ചെയ്ത 500 രൂപ നോട്ടിൽ കുറുക്കന്റെ രോമം ചുരുട്ടിവെച്ചു നൽകി വ്യാപാരികളിൽ നിന്ന് ലക്ഷങ്ങളാണ് ഈ സംഘം തട്ടിയെടുക്കുന്നത്. മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ മരുന്നിൽ ചേർത്ത് വിറ്റിടുന്ന ഒരു നാട്ടുവൈദ്യനും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു. നെയ്യാറ്റിൻകര ആറാലുമൂടത്തെ ലൂണ ജ്യൂസ് ഷോപ്പിൽ വനം വകുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് പിടികൂടിയ സംഘത്തെ ചോദ്യം ചെയ്തതോടെയാണ് ഈ മൺ തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത്. അന്ധവിശ്വാസങ്ങളെ ചൂഷണം ചെയ്തായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം. കുറുക്കന്റെ രോമം വെച്ച് ചുരുട്ടിയ 500 രൂപ നോട്ട് കൈവശം വച്ചാൽ വൻ ഐശ്വര്യമുണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. വൻകിട കച്ചവടക്കാരെയും സാമ്പത്തിക ഇടപാടുകാരെയും ലക്ഷ്യമിട്ട് 3 മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ഓരോരുത്തരിൽ നിന്നും പ്രതികൾ ഈടാക്കിയിരുന്നത്. പിടിയിലായവരിൽ എറണാകുളം സ്വദേശിയായ ജയൻ എന്ന നാട്ടുവൈദ്യനുമുണ്ട്. താൻ നൽകുന്ന മരുന്നുകൾക്ക് ഇരട്ടി ഫലം ലഭിക്കാൻ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ അതിൽ ചേർത്തിരുന്നതായി ഇയാൾ ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചു. ചികിത്സയുടെ പേരിലും ഈ സംഘം ആളുകളെ വഞ്ചിച്ചിരുന്നതായി ഇതോടെ വ്യക്തമായി. ജിംഷിനാണ് കേസിലെ 1-ാം പ്രതി. ജയന് പുറമെ എറണാകുളം സ്വദേശി മനോജ്, കോട്ടയം സ്വദേശി PB ചെറിയാൻ, മാരായമുട്ടം സ്വദേശി ഷിജുലാൽ എന്നിവരാണ് റിമാൻഡിലുള്ള മറ്റ് പ്രതികൾ. സംഘത്തിന് മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ എവിടെ നിന്ന് ലഭിച്ചുവെന്നും കൂടുതൽ ആളുകൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ എന്നും കണ്ടെത്താൻ വനം വകുപ്പ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.